വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നീതിമാന്മാരുടെ മരണം ദൈവത്തിന്റെ സമാധാനത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് യേശയ്യാ 57 1, 2 തിരുവചനങ്ങളിൽ കാണാം. നീതിമാൻ നശിക്കുന്നു, ആരും കാര്യമാക്കുന്നില്ല. ഭക്തർ തുടച്ചു മാറ്റപ്പെടുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നീതിമാൻ വിനാശത്തിൽ നിന്ന് ഇടക്കപ്പെടും, അവൻ സമാധാനത്തിൽ പ്രവേശിക്കും. സന്മാർഗനിരതൻ കിടക്കയിൽ വിശ്രമം കൊള്ളും. വിഗ്രഹാരാധനയുടെ വ്യർത്ഥതയും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അനുഗ്രഹവും 13 തിരുവചനത്തിൽ തുറന്നു കാണിക്കുന്നു. നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ. കാറ്റ് അവയെ പറത്തിക്കളയും, ഒരു നിശ്വാസം മതി അവയെ തെറിപ്പിക്കാൻ. എന്നെ ആശ്രയിക്കുന്നവൻ ദേശം കൈവശമാക്കും, അവന് എൻ്റെ വിശുദ്ധഗിരി അവകാശമായി ലഭിക്കും. പാപികളോടുള്ള ദൈവത്തിന്റെ കരുണയും കരുതലും സർവ്വജനത്തിനുള്ള സമാധാനവും യേശയ്യാ 57 18, 19 തിരുവചനങ്ങളിൽ വായിക്കാം. ഞാൻ അവന്റെ വഴികൾ കണ്ടു, എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും. അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം, ഞാൻ അവനെ സുഖപ്പെടുത്തും. യേശയ്യാ 58 ദൈവം ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഉപവാസവും നീതിയെയും കുറിച്ചുള്ള ശക്തമായ സന്ദേശമാണ്. ഈ അധ്യായം ജനങ്ങളുടെ കപടമായ ഉപവാസത്തെ വിമർശിക്കുന്നു. 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ ഇവ സംഗ്രഹിച്ചിരിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.